ഇന്റർനെറ്റിന്റെ സ്പീഡ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽഡ് ആയിട്ട് തൻസീർ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾക്ക് അത് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. പക്ഷേ കുറച്ച് പേർ അതിൽ കമൻറ്റിൽ അറിയിച്ച ഒരു കാര്യം, വൈഫൈയുടെ സ്പീഡും ഇതുപോലെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും സാധിക്കും. വൈഫൈ ഓൾറെഡി സ്പീഡുള്ള ഒരു സംഭവം തന്നെയാണ്. എന്നാലും സ്പീഡ് കുറവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സ് എനബിൾ ആണോ എന്ന് നോക്കുക. വൈഫൈയുടെ സ്പീഡ് മാത്രമല്ല, ഈ ഒരൊറ്റ സെറ്റിങ്സിൽ നമുക്ക് ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരുന്നതും കൂടി പരിഹരിക്കാൻ സാധിക്കും. എവിടെയാണ് ആ സെറ്റിങ്സ് ഉള്ളത്, ആ സെറ്റിങ്സ് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ഫോൺ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിൽഡ് നമ്പർ എന്ന ഭാഗത്ത് 7 തവണ തുരുതുരെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ മൊബൈലിൻ്റെ പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ ചോദിക്കും. ഏതാണ് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ളത് അത് എൻ്റർ ചെയ്ത ഉടനെ തന്നെ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എനബിൾ ആയതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ഒരു സ്റ്റെപ്പ് ബാക്ക് വരിക, വീണ്ടും ബാക്ക് വരാം. ഇവിടെ എബൌട്ട് ഫോണിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ തന്നെ മുകളിൽ സെർച്ച് ബാർ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വൈഫൈ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. വൈഫൈയുടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും വൈഫൈ സ്കാൻ ത്രോട്ടിംഗ് എന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ ആ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് റെഡ്യൂസ് ബാറ്ററി ഡ്രൈൻ ആൻഡ് ഇംപ്രൂവ്സ് നെറ്റ്വർക്ക് പെർഫോമൻസ് എന്ന്. ഇത് എനബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് ഡ്രൈൻ ആവാതിരിക്കാനും അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് പെട്ടെന്ന് തന്നെ നമുക്ക് വർദ്ധിപ്പിക്കാനും ഇത് സഹായകമാകും. മറ്റൊരു മൊബൈലിൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ റിയൽമിയുടെ മൊബൈലാണ്. ഇതിൻ്റെ സെറ്റിങ്സിൽ ചെറിയ വ്യത്യാസമുണ്ട്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ഫോൺ എന്ന ഓപ്ഷൻ തന്നെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴെയായിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെർഷൻ എന്നാണ് ഉള്ളത്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഏറ്റവും മുകളിൽ വെർഷൻ നമ്പർ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ 7 തവണ തുരുതുരെ ഇതുപോലെ പ്രസ് ചെയ്യുക. അപ്പോൾ പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ ചോദിക്കും. അത് കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എനബിൾ ആയതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുപോലെ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. വീണ്ടും നിങ്ങൾ ബാക്ക് വരിക. അതിനുശേഷം ഇവിടെ സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഓപ്ഷൻ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ സെർച്ച് ബാറില്ല. നേരത്തെ നമ്മൾ സെർച്ച് ബാറിൽ വൈഫൈ എന്ന് സെർച്ച് ചെയ്തതാണ്. ഇനി അങ്ങനെ കാണുന്നില്ല എങ്കിൽ നമുക്ക് നേരത്തെ കണ്ട ആ ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞു പിടിക്കണം. ഓക്കെ, ഞാനിപ്പോൾ കാണിച്ചു തരാം. വൈഫൈ സ്കാൻ ത്രോട്ടിംഗ് എന്ന ഓപ്ഷനാണ് നമ്മൾ നേരത്തെ നോക്കിയത്. ഇവിടെ ആ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഇവിടെ ഡിസബിൾ ആണ്. ചില മൊബൈലിൽ ഡിസബിൾ ആയിരിക്കും. അതൊന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് റെഡ്യൂസ് ബാറ്ററി ഡ്രൈൻ ആൻഡ് ഇംപ്രൂവ്സ് നെറ്റ്വർക്ക് പെർഫോമൻസ് എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് വൈഫൈ ആണെങ്കിലും അതിന് സ്പീഡ് വളരെ കുറവായി തോന്നുന്നുണ്ടെങ്കിൽ മൊബൈലിൻ്റെ ഡെവലപ്പർ ഓപ്ഷൻ എനബിൾ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ച ആ ഒരു സെറ്റിങ്സ് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. പതിവിലും കൂടുതൽ നിങ്ങൾക്ക് വൈഫൈയുടെ സ്പീഡ് അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.